ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ഒരു സൂപ്പർ ടേസ്റ്റി സ്നാക്കാണ്. ദാറ്റ് ഈസ് സുപ്രീംലി ജ്യൂസി ആൻഡ് ടേസ്റ്റി ബ്രോക്കലി മഷ്റൂം ബൈറ്റ്സ്. ഇത് നിങ്ങൾക്ക് ടീ ടൈം സ്നാക്കായിട്ടും റമദാൻ ഇഫ്താർ സ്പെഷ്യലായിട്ടും പാർട്ടി സ്നാക്കായിട്ടും പെർഫെക്റ്റ് ആണ് കേട്ടോ. ബ്രോക്കലി ഈസ് ഹെൽത്തി, mushrooms add an amazing flavor, so this recipe is a healthy plus tasty combo. So without wasting any more time, let's get into the recipe. So the first step is to prepare the vegetables for the recipe. So നമ്മൾ ബ്രോക്കലി ഫ്ലോററ്റ്സ് ബ്ലാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ സ്റ്റവ് ടോപ്പിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇടുന്നുണ്ട് കേട്ടോ. വെള്ളം ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നിങ്ങൾ അതിലേക്ക് നമ്മൾ ബ്രോക്കലി ഫ്ലോററ്റ്സ് ഇട്ട് കൊടുക്കുക. സോ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ബ്രോക്കലി ഫ്ലോററ്റ്സിനുള്ളിൽ അത്യാവശ്യം ഉപ്പും കൂടി കയറിക്കോളൂ കേട്ടോ. ബ്രോക്കലി എപ്പോഴും കുക്ക് ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ബ്രോക്കലി ഒരിക്കലും ഓവർ കുക്ക് ചെയ്യാൻ പാടില്ല. ബിക്കോസ് ഇതിൻ്റെ ക്രഞ്ച് പ്ലസ് ഇതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സും തീരെ ഇല്ലാണ്ടായി പോവും. അതുകൊണ്ടാട്ടോ ഞാനിവിടെ ബ്രോക്കലി ഒരു 2 minutes മാത്രം കേട്ടോ ബോയിൽ ചെയ്യുന്നത്. അതിനുശേഷം നിങ്ങൾ പെട്ടെന്ന് തന്നെ സ്ട്രെയിൻ ചെയ്തെടുക്കണം കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോൾ ബ്രോക്കലി കുറച്ച് സോഫ്റ്റും ആവും, അറ്റ് ദ സെയിം ടൈം ഓവറായിട്ട് വെന്തൊടയേ ഇല്ല കേട്ടോ. സോ ബ്രോക്കലി നന്നായി സ്ട്രെയിൻ ചെയ്തതിന് ശേഷം ഒന്ന് റഫ്ലി ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. സോ നെക്സ്റ്റ് ഞങ്ങൾക്ക് മഷ്റൂംസ് എടുക്കാം. അത്യാവശ്യം നല്ല വലിപ്പമുള്ള മഷ്റൂംസ് ആണ് കേട്ടോ, നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. സോ ഈ മഷ്റൂംസ് നന്നായി വാഷ് ചെയ്ത് വെരി സ്മോൾ പീസസ് ആയി ചോപ്പ് ചെയ്യണം കേട്ടോ. ഇനി അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബോൾ എടുത്തിട്ട് അതിലോട്ട് 3 മുട്ട പൊട്ടിച്ചൊഴിക്കുക. മുട്ട പൊട്ടിച്ചൊഴിക്കുമ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അതിനുശേഷം ഒരു 1/2 കപ്പ് പാലും ആഡ് ചെയ്തിട്ട് നന്നായി ബീറ്റ് ചെയ്തെടുക്കുക. അടുത്തത് ഞങ്ങൾ നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ച മഷ്റൂംസ് ഇല്ലേ, അതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് ഞങ്ങൾ ബ്ലാഞ്ച് ആൻഡ് ചോപ്പ് ചെയ്ത് വെച്ച ബ്രോക്കലി ആഡ് ചെയ്യുക. ഇനി ഒരു 2 ടേബിൾ സ്പൂൺ കോണും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി കേട്ടോ. ഒരു 3 ടേബിൾ സ്പൂൺ മോസറല്ല ചീസും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇതും പാലും ആഡ് ചെയ്യുമ്പോഴാണ് നമ്മൾ ബ്രോക്കലി മഷ്റൂം ബൈറ്റ്സ് അത്യാവശ്യം നല്ല സോഫ്റ്റ് ആൻഡ് ജ്യൂസി ആയി മാറുന്നത്. സ്പൈസ് കിക്കിനായിട്ട് ഫൈൻലി ചോപ്പ് ചെയ്ത ഒരൊറ്റ പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1/4 ടീസ്പൂൺ ഒറിഗാനോ, 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്. സോ ഇതെല്ലാം കൂടി ഇട്ടതിന് ശേഷം നന്നായി മിക്സ് ചെയ്തെടുക്കുക. എൻ്റെ വീഡിയോ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. എല്ലാം നല്ല രീതിയിൽ മിക്സ് ആയതിന് ശേഷം 2 ബ്രെഡ് സ്ലൈസസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. Once that's done,
ഗിവ് എവറിത്തിങ് എ ഗുഡ് മിക്സ്. നമ്മളെ ബ്രെഡ് പീസസ് ആ എഗ്ഗിലും പാലിലും ഒക്കെ നന്നായി സോക്കാവുന്നവരെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ സാധനം ഞാനൊരു പനിയാരം പാനിലാണ് കേട്ടോ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. എൻ്റെ കയ്യിൽ ഓൾറെഡി വേറെ ഒരു പാൻ ഉണ്ട്, ബട്ട് അത് ചെറുതായതുകൊണ്ട് കുറേ ട്രിപ്പുകളായിട്ട് ഉണ്ടാക്കണം. അതുകൊണ്ട് പിന്നെ കുറച്ച് വലുത് തന്നെ വാങ്ങണം എന്ന് വിചാരിച്ച് അതിന് വേണ്ടി ഞാൻ സെല്ലോൻ്റെ 12 bits ഉള്ള നോൺ സ്റ്റിക്ക് പനിയാരം പാനാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ആക്ച്വലി ഈ സാധനം ഇന്ന് വന്നപ്പോഴാണ് ഈ റെസിപ്പി ഇന്ന് ഉണ്ടാക്കിയാലോ എന്ന് ഐഡിയ വന്നത്. സോ ലെറ്റ്സ് അൺബോക്സ് ദിസ് ടുഗെദർ. ഇത്രയും സാധനങ്ങളാണ് കേട്ടോ ഈ ഒരു ബോക്സിൽ വരുന്നത്. ഒരു സ്ക്രബ് വരുന്നുണ്ട്, പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഹാൻഡിൽ ആവാനാണ് ചാൻസ്. എന്തായാലും നമുക്ക് പിന്നെ നോക്കാം. ദെൻ ഒരു വാറണ്ടി കാർഡ് വരുന്നുണ്ട്, പിന്നെ സെല്ലോൻ്റെ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് കുക്ക് വെയർസിൻ്റെ ഒരു പാംഫ്ലെറ്റും ഇതിൽ വരുന്നുണ്ട്. ഇതൊക്കെ കണ്ടിട്ടാണല്ലോ നമ്മൾ ഇത്രയും പൈസ പൊട്ടിച്ച് സാധനങ്ങൾ വാങ്ങുന്നത് അല്ലേ. എനി ഹൗ ഇതിൻ്റെ പ്രൈസ് വരുന്നത് 489 ആണ്. ഇതിനൊപ്പം ഒരു സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ലിഡും പിന്നെ നമ്മളെ മെയിൻ സാധനം 12 bits ഉള്ള നോൺ സ്റ്റിക്ക് പനിയാരം പാനും ഇതിൻ്റെ കൂടെ വരുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ഹാൻഡിൽ സെപ്പറേറ്റ്ലി വന്നതുകൊണ്ട് ഞങ്ങൾ തന്നെ സ്വയം ഇത് ഫിക്സ് ചെയ്യണം. പിന്നെ ഇതിൻ്റെ ലിഡിൻ്റെ മുകളിൽ ഉള്ള നോബും മിസ്സിങ് ആയിരുന്നു. ഇനിയിപ്പോൾ ഇത് ഓൾറെഡി അങ്ങനെയാണോ അതോ അവരുടെ അടുത്ത് നിന്ന് മിസ്സായി പോയതാണോ എന്ന് ഒരു ഐഡിയ ഇല്ല. ഇനി വീട്ടിൽ വഴിയാധാരം ആയിരുന്ന ഒരു നോബ് വെച്ച് എൻ്റെ തത അതും ഫിക്സ് ആക്കിയെടുത്ത്. എന്തായാലും 400 സംതിങ്ങിന് ഇത് നല്ല വേർത്തായിട്ടുള്ള പ്രോഡക്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ കൂടെ പെൻസിൽ പോലത്തെ ഈ സാധനവും വരുന്നുണ്ട്. ഇതിനെന്താ പറയാമെന്നറിയില്ല, ബട്ട് ഇത് നമ്മളെ പനിയാരമൊക്കെ ഫ്ലിപ്പ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന സാധനമാണ് കേട്ടോ. ഇതിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ, ചെക്കൗട്ട് ചെയ്യാൻ മറക്കണ്ട. ഇനി ഈ പനിയാരം പാൻ വെച്ചിട്ട് നമ്മൾ അടുത്ത പരിപാടിയിലോട്ട് കടക്കാം. സോ ഫസ്റ്റ് തന്നെ ഞാൻ ഇതിൽ കുറച്ച് ഓയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് തന്നെ അധികം ഓയിലൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല കേട്ടോ. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ബ്രോക്കലി മഷ്റൂം എഗ് മിക്സിൻ്റെ അത് 1 by 1 ആയിട്ട് ഇട്ടുകൊടുത്തതിന് ശേഷം കവർ ചെയ്ത് ഒരു 5 to 6 minutes വരെ ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഒരു സൈഡ് കുക്ക് ചെയ്തെടുക്കുക. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ സ്പൈസി ബ്രെഡ് ടോസ്റ്റും പിന്നെ ഓൾമോസ്റ്റ് എല്ലാവരുടെയും ഓൾ ടൈം ഫേവറേറ്റായ പൊട്ടാറ്റോ പക്കോടയും ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. സോ ഒരു 5 to 6 minutes കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ ബൈറ്റ്സ് ഒന്ന് ഫ്ലിപ്പ് ചെയ്ത് മറ്റേ സൈഡും ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ആക്ച്വലി ഈ റെസിപ്പീൻ്റെ ബാക്കിലൊരു സ്റ്റോറി ഉണ്ട്. ഞാൻ UAE ഉണ്ടായിരുന്ന ടൈമിലായിരുന്നു ഞാനിത് ഫസ്റ്റായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അതും വേറെ വഴിയില്ലാത്തതുകൊണ്ട് ഉണ്ടാക്കിയ ഒരു തട്ടിക്കൂട്ട് റെസിപ്പിയാണ് കേട്ടോ അത്. സോ നോമ്പ് സമയത്ത് സ്നാക്സ് ഉണ്ടാക്കണമെങ്കിൽ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വേണമല്ലോ, ബട്ട് എല്ലാം തീർന്നു പോയിട്ടുണ്ടായിരുന്നു. മിസ്റ്റർ ഹസ്ബൻഡ് പുറത്തുനിന്ന് സ്നാക്സ് വാങ്ങാം എന്ന് പറഞ്ഞെങ്കിലും ഞാൻ സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു. പുറത്തു പോയിന് സാധനങ്ങൾ വാങ്ങി ഉണ്ടാക്കാനുള്ള ടൈമും ഇല്ലായിരുന്നു. ആ ടൈമിൽ ബ്രോക്കലി ആൻഡ് മഷ്റൂം വീട്ടിൽ വാങ്ങിയാലും അത് ഞങ്ങൾക്ക് വേണ്ടി പൊതുവേ ഉപയോഗിക്കില്ലായിരുന്നു. പകരം മോൻ്റെ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഫ്രിഡ്ജിൽ ബ്രോക്കലിൻ്റെ കുറച്ച് ഫ്ലോററ്റ്സും പിന്നെ മഷ്റൂംസും കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പൊട്ടിമുളച്ചൊരു റെസിപ്പിയാണിത്. അങ്ങനെ ഇത് വെച്ച് എന്തെങ്കിലും ഉണ്ടാക്കിയാലോ എന്ന് അപ്പോൾ തോന്നി. പിന്നെ പേരിന് ഈ ബ്രെഡ്, ചീസ്, കോണ്, പാലൊക്കെ ഫ്രിഡ്ജിൽ ഉണ്ടായതുകൊണ്ട് അതുകൂടി ഇട്ട് ഒരു തട്ടിക്കൂട്ടായിട്ട് ഉണ്ടാക്കി നോക്കി. എൻ്റെ മൈൻഡിൽ ഹിറ്റായില്ലെങ്കിലും ഫ്ലോപ്പ് ആവരുതേ എന്ന് മാത്രമായിരുന്നു. അല്ലെങ്കിൽ ഞങ്ങൾക്ക് തിന്നാനൊന്നും ഉണ്ടാവില്ലല്ലോ, അതുകൊണ്ടാണ്. ബട്ട് ലക്കിലി ഇറ്റ് വാസ് എ ബോംബ് റെസിപ്പി. ഹി ജസ്റ്റ് ലവ്ഡ് ഇറ്റ്. പിന്നെ ഞാൻ ഈ സാധനം നാട്ടിലുണ്ടാക്കിയപ്പോൾ എല്ലാവരും ഇതിൻ്റെ ഫാനായി. സോ വീണ്ടും വീട്ടുകാരുടെ നിർബന്ധപ്രകാരം എഗെയിൻ ഇത് ഉണ്ടാക്കാണ് കേട്ടോ. നിങ്ങൾ കണ്ടിട്ടുണ്ടോയെന്നറിയില്ല, ബട്ട് ഇതിൻ്റെ റെസിപ്പി ഞാൻ കുറേ മുന്നേ എൻ്റെ ഷോർട്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. തൽക്കാലം കഥയൊക്കെ അവിടെ നിൽക്കട്ടെ. നമ്മളെ ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാണ് കേട്ടോ. സോ നമ്മുടെ ഹോം മെയ്ഡ് ജ്യൂസി ബ്രോക്കലി മഷ്റൂം ബൈറ്റ്സ് ഇസ് റെഡി. ഇത് ടൊമാറ്റോ കെച്ചപ്പോ ഗാർലിക് മേയോൻ്റെ കൂടെയോ ഓർ സ്പൈസി ഡിപ്പിൻ്റെ ഒക്കെ കൂടെ സെർവ് ചെയ്താൽ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. കിഡ്സിനും അഡൾട്ട്സിനും ഈക്വലി ഇഷ്ടാവുന്നൊരു റെസിപ്പിയാണ്. വായിലിട്ടാൽ സ്പോട്ടിൽ അലിഞ്ഞും അത്ര
അത്രയും സോഫ്റ്റ് ആൻഡ് ജ്യൂസി ആണെടോ. ഇതിപ്പോൾ തന്നെ പോയി ട്രൈ ആക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കണ്ട. പിന്നെ ഇന്നത്തെ റമദാൻ സ്പെഷ്യൽ ഇത്രയും ഐറ്റംസ് ആയിരുന്നു കേട്ടോ. ഇനിയും ഇതുപോലത്തെ സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പീസ് കാണാൻ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കണ്ട. ഇഫ് യു ലൈക്ക് ദിസ് റെസിപ്പി പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ബാങ്ക് കൊടുത്തുട്ടോ. സോ ഞാൻ പോയി നോമ്പ് തുറക്കട്ടെ. ഓക്കെ, ബൈ.